ഹായ് എല്ലാവർക്കും ബി എസ് സി മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബി എൻ എസിൻ്റെ 4ാമത്തെ മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 3 മോക്ക് ടെസ്റ്റ് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കാണണം. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബി എൻ എസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നേരം കളയാതെ 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം, റേപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് 2023 വകുപ്പ് ഏതാണ്? റേപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന 2023 ബി എൻ എസ് 2023 വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി 63 അല്ലേ? സെക്ഷൻ 63 റേപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്ങനെ ഓർത്തു വെക്കാം? റേപ്പ് എന്ന് എങ്ങനെ എഴുതാം? റേപ്പ് എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് അല്ലേ? റേപ്പ് അതിൽ 6, ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള 6 തന്നെ. ബാക്കി എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരം. അപ്പോൾ 3 വേർഡ്സ് ഉള്ളത്. അപ്പോൾ 63 ഇങ്ങനെ ഓർത്ത് വെക്കാം. റേപ്പിൻ്റെ സെക്ഷൻ 63. 2ാമത്തെ ചോദ്യം, ബി എൻ എസ് സെക്ഷൻ 63 പ്രകാരം റേപ്പാണ് നമുക്കറിയാം അല്ലേ? 63 പ്രകാരം റേപ്പായി കണക്കാക്കപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ്? സ്ത്രീയുടെ സമ്മതത്തോടെ നടന്ന ലൈംഗിക ബന്ധം, മെഡിക്കൽ നടപടിക്രമം, സ്ത്രീയുടെ യോനി, വായ്, മൂത്രനാളി, മലദ്വാരത്തിലേക്ക് ലിംഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു കയറ്റൽ, 18 വയസ്സിന് മുകളിലുള്ള ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? 3ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യം ഉണ്ടായാൽ റേപ്പായി കണക്കാക്കപ്പെടും? സ്ത്രീയുടെ സമ്മതത്തോടെ, മെഡിക്കൽ പരിശോധന, വിവാഹത്തിന് ശേഷം, സ്ത്രീക്ക് 18 വയസ്സിന് താഴെയായിരിക്കുമ്പോൾ. ഏത് സാഹചര്യത്തിലാണ് ഇത് റേപ്പായി കണക്കാക്കപ്പെടുന്നത്? സ്ത്രീയുടെ സമ്മതത്തോടെ ആണെങ്കിൽ അത് റേപ്പാണോ? അല്ല. മെഡിക്കൽ പരിശോധന അല്ലെങ്കിൽ നടപടിക്രമം ആ സമയത്ത് റേപ്പാണോ? അല്ല. വിവാഹത്തിന് ശേഷം നടക്കുന്നത് റേപ്പാണോ? അല്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി, സ്ത്രീക്ക് 18 വയസ്സിന് താഴെയായിരിക്കുമ്പോൾ. 4ാമത്തെ ചോദ്യം, എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിയോട് ഭാവിയിൽ വിവാഹം കഴിക്കും എന്ന വാഗ്ദാനം നൽകി നടത്തിയ ലൈംഗിക ബന്ധം എന്താണ്? കുറ്റകരമല്ല, സിവിൽ കേസ് മാത്രം, റേപ്പ്, സാധുവായ സമ്മതം. ഏതാണ്? ഓപ്ഷൻ സി റേപ്പാണ് അല്ലേ? 5ാമത്തെ ചോദ്യം നോക്കാം. റേപ്പിന് ഇരയായ സ്ത്രീയുടെ മരണത്തിനോ അല്ലെങ്കിൽ സ്ഥിരമായ സസ്യാവസ്ഥയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ജീവച്ഛവമാവുക. ഓക്കെ, അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? കാരണമാകുന്ന പ്രവൃത്തിക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 66. ഓപ്ഷൻ സി സെക്ഷൻ 66 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ 66 എന്താണ്? സെക്ഷൻ 66 എന്താണ്? മരണത്തിന് കാരണമാകുന്നതിനോ അല്ലെങ്കിൽ ഇരയുടെ സ്ഥിരമായ ജീവച്ഛവയ്ക്ക് കാരണമാകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? എന്താണ് ശിക്ഷ? 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം. ഓക്കെ, 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്ന ശിക്ഷയും ആണ്. കഠിന തടവുമാണ് ലഭിക്കുക. ഓക്കെ അല്ലേ? 6ാമത്തെ ചോദ്യം, നിയമപരമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന സമയത്ത് ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 67. സെക്ഷൻ 67 എന്താണ്? സെക്ഷൻ 67 എന്താണ്? വേർപിരിയൽ സമയത്ത് ഭർത്താവ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാവുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 67 പറയുന്നത്. എത്രയാണ് ശിക്ഷ? 2 വർഷം അല്ലേ? 2 വർഷം മുതൽ 7 വർഷം വരെയുള്ള തടവാണ് ശിക്ഷ. 7ാമത്തെ ചോദ്യം നോക്കാം. സെക്ഷൻ 67 പ്രകാരം നമ്മൾ പറഞ്ഞു അല്ലേ? സെക്ഷൻ 67 എന്താണ്? വേർപിരിയൽ സമയത്ത് ഭർത്താവ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ശിക്ഷ എന്താണ്? 2 വർഷം മുതൽ 7 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷ. ഓക്കെ അല്ലേ? സെക്ഷൻ 67 പ്രകാരം വേർപിരിയൽ സമയത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഭർത്താവിന് ലഭിക്കുന്ന ശിക്ഷ കാലാവധി എത്രയാണ്? നമ്മൾ പഠിച്ച ചോദ്യമാണ് വന്നത് അല്ലേ? എത്രയാണ്? 2 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവ്. ഓപ്ഷൻ ബി.
8ാമത്തെ ചോദ്യം, ഒരു ജയിൽ സൂപ്രണ്ടോ ആശുപത്രി ജീവനക്കാരനോ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തുള്ള ഒരു വ്യക്തിയോ തന്റെ പദവി ദുരുപയോഗം ചെയ്ത് ഒരു സ്ത്രീയെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 68. ഓപ്ഷൻ ഡി സെക്ഷൻ 68 ആണ്. എന്താണ് പറയുന്നത്? സെക്ഷൻ 68 എന്താണ്? അധികാരമുള്ള ഒരു വ്യക്തിയുടെ ലൈംഗിക ബന്ധമാണ് സെക്ഷൻ 68 പറയുന്നത്. 9ാമത്തെ ചോദ്യം, സെക്ഷൻ 68 പ്രകാരം അധികാരമുള്ള ഒരു വ്യക്തി സ്ത്രീയെ ലൈംഗികമായി ചൂഷണം ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായ പിഴയും തടവും. ഓക്കെ അല്ലേ? 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതും തടവും പിഴയും. സെക്ഷൻ 68 എന്താണ്? അധികാരമുള്ള ഒരു വ്യക്തിയുടെ ലൈംഗിക ബന്ധം. ഓക്കെ അല്ലേ? അധികാരമുള്ള ഒരു വ്യക്തിയുടെ ലൈംഗിക ബന്ധത്തെ കുറിച്ചാണ് സെക്ഷൻ 68. ശിക്ഷ 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. 10ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു മെഡിക്കൽ നടപടിക്രമമോ ഇടപെടലോ റേപ്പായി കണക്കാക്കില്ല. 18 വയസ്സിന് താഴെയല്ലാത്ത ഭാര്യയുമായുള്ള പുരുഷന്റെ ലൈംഗിക പ്രവൃത്തി റേപ്പിന്റെ പരിധിയിൽ വരില്ല. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു മെഡിക്കൽ നടപടിക്രമമോ ഇടപെടലോ റേപ്പായി കണക്കാക്കില്ല അല്ലേ? ശരിയാണ്. 18 വയസ്സിന് താഴെയല്ലാത്ത, അതായത് 18 വയസ്സ് കഴിഞ്ഞ ഭാര്യയുമായുള്ള പുരുഷന്റെ ലൈംഗിക പ്രവൃത്തി റേപ്പിന്റെ പരിധിയിൽ വരില്ല. അതും ശരിയാണ്. അപ്പം എന്താണ്? 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി 1ഉം 2ഉം എന്നിവ രണ്ടും ശരിയാണ് അല്ലേ? 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ BNS സെക്ഷൻ 64 പ്രകാരം കസ്റ്റഡി റേപ്പിന്റെ പരിധിയിൽ വരുന്ന വ്യക്തികൾ ആരെല്ലാം? സെക്ഷൻ 64 എന്താണ്? സെക്ഷൻ 64 എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ഓഫ് റേപ്പ് അല്ലേ? അതായത് റേപ്പിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 64. അതിൽ കസ്റ്റഡി റേപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കസ്റ്റഡി റേപ്പിൽ ആരൊക്കെ വരും? 1ാമത്തെ ഓപ്ഷൻ പോലീസ് ഉദ്യോഗസ്ഥൻ, സായുധ സേനാംഗങ്ങൾ. പൊതുപ്രവർത്തകർ 2ാമത്തെ ഓപ്ഷനാണ്. പൊതുപ്രവർത്തകർ, ജയിൽ റിമാൻഡ് ഹോം അധികൃതർ. 3ാമത്തേൽ ബന്ധുക്കൾ, രക്ഷിതാക്കൾ, അധ്യാപകർ. ഡി മുകളിൽ പറഞ്ഞവരെല്ലാം. ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവരെല്ലാം. 12ാമത്തെ ചോദ്യം, വിവാഹ വാഗ്ദാനം നൽകിയോ വഞ്ചനപരമായോ മാർഗങ്ങളിലൂടെയോ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെതിരെ ശിക്ഷ ഉറപ്പാക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? ഏത് വകുപ്പാണ് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് വഞ്ചനപരമായിട്ട് മാർഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെടുത്തിയാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്ന BNS വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 69 ആണ് അല്ലേ? സെക്ഷൻ 69 എന്താണ് പറയുന്നത്? സെക്ഷൻ 69 പറയുന്നത് വഞ്ചനപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള ലൈംഗിക ബന്ധം. അതിനുള്ള ശിക്ഷ എന്താണ്? അതിനുള്ള ശിക്ഷ പറയുന്നത് സെക്ഷൻ 69നുള്ള ശിക്ഷ പറയുന്നത് എത്രയാണ്? 10 വർഷമാണ് തടവും പിഴയും. 10 വർഷം തടവും പിഴയുമാണ് ശിക്ഷ. ഓക്കെ അല്ലേ? 13ാമത്തെ ചോദ്യം, BNS സെക്ഷൻ 70 പ്രകാരം ഗ്യാങ് റേപ്പിന് ഇരയാകുന്ന സ്ത്രീക്ക് ലഭിക്കേണ്ട പിഴ തുക എന്തിനായി ഉപയോഗിക്കണമെന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്? ഗ്യാങ് റേപ്പിനെ കുറിച്ച് പറയുന്നത് ഏതാണ്? സെക്ഷൻ 70 ആണ് കേട്ടോ. സെക്ഷൻ 70 ആണ് ഗ്യാങ് റേപ്പിനെ കുറിച്ച് പറയുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന പിഴ തുക ഇരയുടെ എന്തിനാണ് ഉപയോഗിക്കുക? അതാണ് ചോദ്യം. ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. 1ാമത്തെ ഓപ്ഷൻ ഗവൺമെന്റ് ഫണ്ടിലേക്ക് മാറ്റാൻ, അല്ല ഇരയുടെ ചികിത്സ ചെലവുകൾക്കും പുനരധിവാസത്തിനുമായി നൽകാൻ അല്ലേ? ഓപ്ഷൻ ബി ആണ് ശരിയായത്. 14ാമത്തെ ചോദ്യം, 18 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയെ ഗ്യാങ് റേപ്പിന് ഇരയാക്കിയാൽ കുറ്റവാളികൾക്ക് BNS സെക്ഷൻ 70 ക്ലോസ് 2 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഏതാണ്? ഓപ്ഷൻ സി, ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലം വരെയുള്ള ജീവപര്യന്തം തടവും പിഴയും ലഭിക്കും. അപ്പോൾ BNS സെക്ഷൻ 70 ഗ്യാങ് റേപ്പ് ആണെന്ന് ഓർക്കണം. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച സെക്ഷൻസ് ഒക്കെ ഒന്ന് ഓർക്കാം. സെക്ഷൻ 63 എന്തായിരുന്നു? റേപ്പ് ആയിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു, കോഡും പറഞ്ഞു 6 അത് കഴിഞ്ഞിട്ട് APE 3 വേർഡാണുള്ളത്. അങ്ങനെ 63 ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്തത് എന്തായിരുന്നു?
സെക്ഷൻ 64 എന്താണ്? റേപ്പിനുള്ള ശിക്ഷയാണ് അല്ലേ? റേപ്പിനുള്ള ശിക്ഷയാണ് പറയുന്നത്. 65 BNS സെക്ഷൻ 65 ചില കേസുകളിലെ റേപ്പിനുള്ള ശിക്ഷ. ചില കേസിലെ റേപ്പിനുള്ള ശിക്ഷയാണ് പറയുന്നത്. ഇനി 66 എന്താണ്? ജീവച്ഛവം. നമ്മൾ പറഞ്ഞു അല്ലേ, റേപ്പ് ചെയ്തിട്ട് ജീവച്ഛവമാക്കുന്നത്. ഓക്കെ, 66. അപ്പോൾ 63 റേപ്പ്, 64 ശിക്ഷ, റേപ്പിനുള്ള ശിക്ഷ. 65 ചില കേസിലെ റേപ്പിനുള്ള ശിക്ഷ. 66 ജീവച്ഛവം, അതിനുള്ള ശിക്ഷ. അത് എത്രയായിരുന്നു? 20 വർഷം അല്ലേ? 20 വർഷം ടു ജീവപര്യന്തം. അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ അടുത്ത് പഠിക്കാനുള്ള എന്താ? 67 പഠിക്കാനുണ്ട്. വേർപിരിഞ്ഞാൽ അല്ലേ? വേർപിരിയൽ, അതായത് എന്താണ്? വേർപിരിയൽ സമയത്ത് ഭർത്താവുമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ് സെക്ഷൻ 67 പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്തായിരുന്നു? 2 വർഷം ടു 7 വർഷം. പിന്നെ പഠിക്കാനുള്ളത് ഏതായിരുന്നു? 68 നമ്മൾ നോക്കിയില്ലേ? 68 എന്തായിരുന്നു? അധികാരമുള്ള വ്യക്തിയുടെ ലൈംഗിക ബന്ധം. അതിനുള്ള ശിക്ഷ എന്തായിരുന്നു? 5 വർഷം ടു 10 വർഷം. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ എന്ത് നോക്കി? 69 നോക്കി. എന്തായിരുന്നു? വഞ്ചനപരമായ മാർഗങ്ങളിലൂടെയുള്ള ലൈംഗിക ബന്ധം. അതിനുള്ള ശിക്ഷ എന്തായിരുന്നു? 10 വർഷം ടു ജീവപര്യന്തം. ഓക്കെ അല്ലേ? 10 വർഷം ജീവപര്യന്തം അല്ല അല്ലേ? 10 വർഷം വരെ തടവും പിഴയും, അങ്ങനെയാണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് നോക്കി? 70 നോക്കി. 70 എന്താണ്? ഗ്യാങ് റേപ്പ്. 70 ഗ്യാങ് റേപ്പാണ്. അത് ഓർക്കാനൊരു കോഡുണ്ട്. എങ്ങനെയാ കോഡാ? 7 പേര് വട്ടത്തിൽ റേപ്പ് ചെയ്തു എന്ന് ഓർത്താൽ മതി കേട്ടോ. കോഡായിട്ട് മാത്രം കണ്ടാൽ മതി. 7 പേര് വട്ടത്തിൽ റേപ്പ് ചെയ്തു, അങ്ങനെ ഓർക്കുക. അപ്പോൾ 70 കിട്ടും. ഓക്കെ അല്ലേ? 15ാമത്തെ ചോദ്യം നോക്കാം. ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് BNS സെക്ഷൻ 64, 65, 66, 70 ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ സെക്ഷൻസ് ആണ് അല്ലേ? 64 പറഞ്ഞു, എന്തായിരുന്നു? റേപ്പിനുള്ള ശിക്ഷ. 65 എന്താണ്? ചില കേസുകളിൽ റേപ്പിനുള്ള ശിക്ഷ. 66 എന്താണ്? ജീവച്ഛവമാക്കുക. 70 എന്താണ്? ഗ്യാങ് റേപ്പ്. ഓക്കെ. എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള അല്ലേ? വ്യക്തിക്ക് സെക്ഷൻ 71 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ സി, ജീവപര്യന്തം തടവാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്തുകൊണ്ടും പഠിച്ചു? സെക്ഷൻ 71 പഠിച്ചു. സെക്ഷൻ 71 എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന സെക്ഷനുകളിൽ, അതായത് 64, 65, 66, 70 എന്നീ വകുപ്പുകൾ കുറ്റം ആവർത്തിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 71 പറയുന്നത്. ഓക്കെ അല്ലേ? സെക്ഷൻ 70 മറക്കരുത്. എന്താണ്? ഗ്യാങ് റേപ്പ്. 7 പേര് വട്ടത്തിൽ റേപ്പ് ചെയ്തു എന്ന് ഓർക്കുക. ഓക്കെ, 7 പേര് വട്ടത്തിൽ റേപ്പ് ചെയ്തു, ഗ്യാങ് റേപ്പ്. സെക്ഷൻ 69 നമ്മൾ പറഞ്ഞോ? ഇല്ലല്ലേ, 69 നമ്മൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞു 69 നമ്മൾ പറഞ്ഞു. എന്താണ്? വഞ്ചനപരമായത് അല്ലേ? വഞ്ചനപരമായി നടത്തുന്ന ലൈംഗിക ബന്ധം. 68 പറഞ്ഞു. എന്താണ്? അധികാരം, അതായത് അധികാരമുള്ള ഒരു വ്യക്തി ലൈംഗിക ബന്ധം ഏർപ്പെടുത്തുന്നത്. 67 പറഞ്ഞു. എന്തായിരുന്നു? വേർപിരിയൽ സമയത്തുള്ള ലൈംഗിക ബന്ധം. 66 പറഞ്ഞു ജീവച്ഛവം. 65 ചില കേസുകളിലുള്ള റേപ്പിനുള്ള ശിക്ഷ. 64 റേപ്പിനുള്ള ശിക്ഷ. 63 റേപ്പിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. ഒന്നും മറക്കരുത്, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യുക. ഓക്കെ. പതിനാറാമത്തെ ചോദ്യം. അതിക്രമങ്ങൾക്കിരയായ സ്ത്രീകളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ പേരോ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്തുന്ന രീതിയിൽ അച്ചടിക്കുകയോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്ന ശിക്ഷാർഹമാണെന്ന് വ്യവസ്ഥ ചെയ്യുന്ന BNS വകുപ്പ് ഏതാണ്? 16ാമത്തെ ചോദ്യം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, സെക്ഷൻ 72. അതിനുള്ള ശിക്ഷ എന്താണ്? ഇങ്ങനെ, അതായത് അതിക്രമങ്ങൾക്കിരയായ സ്ത്രീകളുടെ ഐഡന്റിറ്റി പുറത്തു വിട്ടാൽ ലഭിക്കാവുന്ന ശിക്ഷ ഒന്നെങ്കിൽ അച്ചടി മാർഗം, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് പേപ്പറിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 2 വർഷമാണ് ശിക്ഷ അല്ലേ? 2 വർഷം പ്ലസ് പിഴയുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇതിനെക്കുറിച്ച് പറയുന്ന BNS വകുപ്പ് 72.
ഓക്കെ. 17ാമത്തെ ചോദ്യം. ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് ദോഷം വരുത്തുക എന്ന ഉദ്ദേശത്തോടെ അവളെ ആക്രമിക്കുകയോ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നവർക്ക് സെക്ഷൻ 74 പ്രകാരം ലഭിക്കുന്ന ശിക്ഷാ കാലാവധി എത്രയാണ്? ഓപ്ഷൻ എ 1 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ ഒന്ന് ഓർക്കണം. സെക്ഷൻ 74 എന്താണ്? സ്ത്രീയുടെ മാന്യതയ്ക്ക് ദോഷം വരുത്തുക, അല്ലെങ്കിൽ എന്താണ്? ഒരു സ്ത്രീയുടെ മാന്യത നാണം കെടുത്തുക. എങ്ങനെ ഓർത്ത് വെക്കാം? സെക്ഷൻ 74 എങ്ങനെ ഓർത്ത് വെക്കാം? 74 7 എന്ന് പറയുമ്പോൾ 7 പേരെ ഇടയിലിട്ടത് 4 നാണം കെടുത്തുക, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. 74 7 പേരെ ഇടയിലിട്ടിട്ട് നാണം കെടുത്തുക. അപ്പോൾ എന്താണ് 74 പറയുന്നത്? ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് ദോഷം വരുത്തുക എന്ന ഉദ്ദേശത്തോടെ അവളെ ആക്രമിക്കുകയോ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നവർക്ക് സെക്ഷൻ 74 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 1 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചോന്നുകൂടി ഒന്ന് റിവിഷൻ അടിച്ചാലോ? ഓക്കെ. സെക്ഷൻ 63 എന്താണ്? റേപ്പ് അല്ലേ? സെക്ഷൻ 64 എന്താണ്? റേപ്പിനുള്ള ശിക്ഷ. ഓക്കെ അല്ലേ? 65 ചില കേസുകളിലെ റേപ്പിനുള്ള ശിക്ഷ. ഓക്കെ അല്ലേ? 66 എന്താണ്? ജീവച്ഛവമാക്കുക. റേപ്പ് ചെയ്തിട്ട് ജീവച്ഛവമാക്കുക. ഇതിനുള്ള ശിക്ഷ പഠിക്കണം കേട്ടോ. എന്താണ് ശിക്ഷ പഠിക്കണം? ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ്? 20 വർഷം ടു ജീവപര്യന്തം. ഓക്കെ, ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കും. അതുപോലെ തന്നെ ഇനി അടുത്തത് ഏതാ? 67 വേർപിരിയൽ സമയത്ത് ഭാര്യയുമായിട്ടുള്ള ലൈംഗികബന്ധം. അതിനുള്ള ശിക്ഷ എന്താണ്? 2 വർഷം മുതൽ 7 വർഷം വരെയുള്ള തടവ് ലഭിക്കും. 68 എന്താണ്? അധികാരമുള്ള വ്യക്തിയുടെ ലൈംഗികബന്ധം അല്ലേ? അധികാരമുള്ള വ്യക്തിയുടെ ലൈംഗികബന്ധമാണ്. ശിക്ഷ എന്താണ്? 5 to 10 വർഷം അല്ലേ? അടുത്തത് 69 എന്താണ്? വഞ്ചനപരമായ മാർഗങ്ങളിലൂടെയുള്ള ലൈംഗികബന്ധം. അതിനുള്ള ശിക്ഷ എന്താണ്? 10 വർഷം തടവ് അല്ലേ? 10 വർഷം തടവ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 69 കഴിഞ്ഞ പിന്നെ ഏതാ? 70 അറിയാം, ഗ്യാങ് റേപ്പ്. ഓക്കെ, അതിനുള്ള ശിക്ഷ എന്താണ്? 20 വർഷം ടു ജീവപര്യന്തം അല്ലേ? പിന്നെ ഇതൊന്നും ഓർത്ത് വെക്കണം. ഇതിൻ്റെ പിഴത്തുക, ഇതിനൊരു പിഴ ഉണ്ട്. ആ പിഴത്തുക ഇരയ്ക്ക് കൊടുക്കണം. ഇരയുടെ ചികിത്സയ്ക്ക് ആവശ്യത്തിന് കൊടുക്കണം. അങ്ങനെയും കൂടി ഓർത്ത് വെക്കണം. 70 ഗ്യാങ് റേപ്പിൻ്റെ 20 വർഷം ജീവപര്യന്തം തടവ്. ഓക്കെ, അത് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് പ്ലസ് പിഴയും കൂടി ഉണ്ട്. ആ പിഴ എന്ത് ഉപയോഗിക്കണം? ഇരയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ അല്ലേ? പിന്നെ ഉള്ളത് 71 പഠിക്കും. 71 എന്താണ്? നമ്മൾ കുറച്ച് ഇത് പറഞ്ഞു. ഏതൊക്കെ? കുറച്ച് സെക്ഷൻസ് പറഞ്ഞു. 64, 65, അതുപോലെ തന്നെ 70, ഇങ്ങനത്തെ കുറച്ച് സെക്ഷൻസിൻ്റെ ആവർത്തിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. ജീവപര്യന്തം തടവായിരിക്കും, അല്ലെങ്കിൽ ചില കേസുകളിൽ വധശിക്ഷ വരെ കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ 71 കഴിഞ്ഞു. അത് കഴിഞ്ഞ് 72 പറഞ്ഞു. 72 എന്താണ്? ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തൽ അല്ലേ? ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ മീഡിയ എന്ന് ഓർത്ത് വയ്ക്കുക. ഐഡൻറ്റിറ്റി, അതായത് റേപ്പിനിരയായിട്ടുള്ള സ്ത്രീകളുടെ ഫോട്ടോ, പേര്, മറ്റു വിവരങ്ങളൊക്കെ മീഡിയയ്ക്കോ അല്ലെങ്കിൽ അച്ചടിക്കുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ശിക്ഷ എത്രയാണ്? 2 വർഷം. 2 വർഷം മുതൽ 2 വർഷം പ്ലസ് പിഴയാണ് അല്ലേ? പിന്നെ നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? പിന്നെ പഠിച്ചത് 74 പഠിച്ചു. 74 എന്താ? 4 നാണം കെടുത്തുക അല്ലേ? മാന്യത, സ്ത്രീയുടെ മാന്യതയ്ക്ക് ദോഷം വരുത്തുക എന്ന ഉദ്ദേശത്തോടെ ആക്രമണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് സെക്ഷൻ 74 പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്താണ്? അതിനുള്ള ശിക്ഷ 1 ഇയർ, 1 വർഷം മുതൽ 5 വർഷം, 1 വർഷം മുതൽ 5 വർഷമാണ്. അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ടത്. അതൊന്നും കൂടി ഇടയ്ക്ക് എടുത്തിട്ട് റിവിഷൻ ചെയ്യുക. അങ്ങനെ സെറ്റാക്കി വെക്കുക. സെക്ഷൻസ് മറക്കരുത്. അതുപോലെ തന്നെ വരുന്ന ശിക്ഷയും കാര്യങ്ങളൊന്നും മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 63 റേപ്പാണ്. 64 റേപ്പിനുള്ള ശിക്ഷയാണ്. 65 ചില കേസുകളിലെ റേപ്പിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു. 66 എന്താണ്? ജീവച്ഛവമാക്കുക, റേപ്പ് ചെയ്തിട്ട് ജീവച്ഛവമാക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു. 20 വർഷം മുതൽ ജീവപര്യന്തം വരെ ആയിരിക്കും തടവ്.
ഓക്കെ. 67 എന്താണ്? വേർപിരിയൽ സമയത്തുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷം മുതൽ 7 വർഷം വരെയാണ്. ഓക്കെ. 68 എന്താണ്? അധികാരമുള്ള ഒരു വ്യക്തിയുടെ ലൈംഗിക ബന്ധമാണ് 68 പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്താണ്? 5 വർഷം മുതൽ 10 വർഷം വരെ തടവ്. അല്ലേ? 69 വഞ്ചനപരമായ മാർഗങ്ങളിലൂടെയുള്ള ലൈംഗിക ബന്ധം. അല്ലേ? അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷമാണ്. അല്ലേ? അതുപോലെ തന്നെ 70 ഗ്യാങ് റേപ്പ് ആണ് പറഞ്ഞു. അതിനുള്ള ശിക്ഷ 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവാണ്. അതിൻ്റെ പിഴത്തുക എന്തിനുപയോഗിക്കും? ഇരയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. ഓർത്ത് വയ്ക്കുക. പിന്നെ 71 കുറ്റം ആവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് 71 പറയുന്നത്. അതെന്താണ്? ജീവപര്യന്തം വരെ തടവായിരിക്കും. 72 എന്ന് പറയുന്നത് ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ. ഇരയെ എന്തെങ്കിലും അച്ചടിയോ അല്ലെങ്കിൽ മീഡിയയോ ഫേസ്ബുക്ക് അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ചാണ് 72 പറയുന്നത്. 2 വർഷം തടവും പിഴയുമാണ് ശിക്ഷ പറയുന്നത്. പിന്നെ പഠിക്കാനുള്ളത് 74 നാണം കെടുത്തുക. സ്ത്രീയെ നാണം കെടുത്തുക. അതിനുവേണ്ടി എന്താണ്? മാന്യതയ്ക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ആക്രമണം നടത്തുക അല്ലെങ്കിൽ ക്രിമിനൽ ബലപ്രയോഗം ചെയ്യുക. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 24 പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം മുതൽ 5 വർഷമായിരിക്കും. ഓക്കെ അല്ലേ? ഇത്ര സെക്ഷൻ സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 18ാമത്തെ ചോദ്യം. ലൈംഗിക അതിക്രമം ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷയും പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 75 ആണ്. അല്ലേ? 19ാമത്തെ ചോദ്യം. BNS സെക്ഷൻ 75(1) പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത്? താല്പര്യമില്ലാത്ത ശാരീരിക സമ്പർക്കവും മുന്നേറ്റങ്ങളും, ലൈംഗിക ചുവയോടുകൂടിയ പരാമർശങ്ങൾ നടത്തുന്നത്, ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അശ്ലീലം കാണിക്കുന്നത്. ഏതൊക്കെയാണ്? 1, 2 എന്നിവ, 2, 3 എന്നിവ, 1, 3 എന്നിവ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതൊക്കെയാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം ലൈംഗിക പീഡനത്തിന്റെ വരുന്ന സാഹചര്യങ്ങളാണ്. അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 20ാമത്തെ ചോദ്യം. BNS സെക്ഷൻ 75 പ്രകാരം ലൈംഗിക ചുവയോടുകൂടിയ പരാമർശങ്ങൾ നടത്തുന്ന ഒരു പുരുഷന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ബി 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 75 ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം സെക്ഷൻ 75 എന്താണ്? ലൈംഗിക അതിക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതില് സെക്ഷൻ 75 ഉപവകുപ്പ് 1 ക്ലോസ് 1 പറയുന്നത് എന്താണെന്ന് അറിയോ? ക്ലോസ് 1 പറയുന്നത് എന്താണ്? താല്പര്യമില്ലാത്ത ശാരീരിക സമ്പർക്കം, അതുപോലെ തന്നെ മുന്നേറ്റങ്ങൾ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് കുറച്ച് മുന്നേ നോക്കി ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഒന്നാമത്തെ പറയുന്നത്. രണ്ടാമത്തത് പറയുന്നത് എന്താണ്? ലൈംഗിക ആനുകൂല്യങ്ങൾക്കായിട്ടുള്ള അഭ്യർത്ഥന നടത്തുക. ഓക്കെ, അഭ്യർത്ഥന. മറ്റത് എന്തായിരുന്നു? ഒന്നാമത്തത് എന്തായിരുന്നു? സമ്പർക്കവും അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ? സമ്പർക്കം. ഓക്കെ. മൂന്നാമത്തെ പറയുന്നത് എന്താണ്? ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് അശ്ലീലം കാണിക്കുക. ഓക്കെ, വിരുദ്ധമായിട്ട് അശ്ലീലം കാണിക്കുക. നാലാമത്തത് പറയുന്നത് എന്താണ്? ലൈംഗിക ചുവയോടുകൂടിയ പരാമർശങ്ങൾ, സംസാരം. ഓക്കെ, ലൈംഗിക ചുവയോടുകൂടിയ സംസാരം. ഓക്കെ, ഇങ്ങനെ 4 കേസാണ് 75 ഉപവകുപ്പ് 1 ക്ലോസ് ആയിട്ട് പറയുന്നത്. 1, 2, 3, 4. ഇതിൽ ശിക്ഷയ്ക്ക് മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഇതിലെ ആദ്യത്തെ 3 ക്ലോസിൽ വരുന്ന ഇത്രയും കാര്യങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് എത്ര അറിയോ? 3 വർഷം വരെ തടവാ. അതുപോലെ തന്നെ പ്ലസ് പിഴയാണ് ഉള്ളത്. എന്നാൽ ലൈംഗിക ചുവയോടുകൂടിയ പരാമർശമാണെങ്കിൽ അവിടെ വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷവും അതുപോലെ തന്നെ പിഴയുമാണ്. ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? തെറ്റല്ലേ? എത്ര കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെക്ഷൻ 75 പറയുന്നത് ലൈംഗിക അതിക്രമത്തെ കുറിച്ചാണ്. ആ 75 ഉപവകുപ്പ് 1 അതിൽ 4 ക്ലോസ് ആയിട്ട് പറയുന്നത് 4 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു പുരുഷന് എന്താണ്? ഒരു സ്ത്രീയോട് താല്പര്യമില്ലാതെ ശാരീരിക സമ്പർക്കവും മുന്നേറ്റങ്ങളും നടത്തുന്നതിനെ കുറിച്ചാണ്
ക്ലോസ് 1 പറയുന്നത്. ക്ലോസ് 2 എന്ന് പറയുന്നത് ഒരു പുരുഷൻ ലൈംഗിക ആനുകൂല്യങ്ങൾക്കായിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ അഭ്യർത്ഥന നടത്തുന്നതിനെ കുറിച്ചാണ് 2 പറയുന്നത്. 3 എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് അശ്ലീലം കാണിക്കലാണ് 3 പറയുന്നത്. 4 ഒരു പുരുഷൻ എന്താണ് ലൈംഗിക ചുവയോട് കൂടിയുള്ള സംസാരം അല്ലെങ്കിൽ പരാമർശങ്ങൾ എന്നാണ് 4 പറയുന്നത്. ഇതിൽ ആദ്യത്തെ 3 സമ്പർക്കം, അഭ്യർത്ഥന, അശ്ലീലം, ഈ 3 കാര്യങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവും പ്ലസ് പിഴയുമാണ്. എന്നാൽ 4ാമത്തെ ചുവയോട് കൂടിയ ലൈംഗിക ചുവയോട് കൂടി സംസാരമാണെങ്കിൽ അവിടെ വരുന്ന ശിക്ഷ 1 വർഷം പ്ലസ് പിഴയാണ്. ഇത് ഓർക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ 20ാമത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അതിൻ്റെ ആൻസർ എന്തായിരുന്നു? 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ? ഓക്കെ അല്ലേ? ഇപ്പോൾ 21ാമത്തെ ചോദ്യം, വസ്ത്രം അഴിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു സ്ത്രീയെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ BNS 76 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്? വസ്ത്രം അഴിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു സ്ത്രീയെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ സെക്ഷൻ 76 BNS സെക്ഷൻ 76 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഈ സെക്ഷൻ 76 അല്ലെങ്കിൽ വസ്ത്രം അഴിക്കുക എന്ന സെക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു PYQ ചോദ്യം മുന്നത്തെ എക്സാമിന് CPO എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി സെക്ഷൻ ചോദിക്കാം അല്ലെങ്കിൽ ശിക്ഷ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ അത്. ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? 21ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. അപ്പോൾ സെക്ഷൻ 76 ഓർത്തു വെക്കണം. എന്താണ്? വസ്ത്രം അഴിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ത്രീയെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുക എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 76. ശിക്ഷ എന്താണ്? 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. ഓക്കെ അല്ലേ? 22ാമത്തെ ചോദ്യം, ഒരു സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ പ്രവർത്തികൾ ഒളിഞ്ഞു നോക്കുകയോ ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് ആദ്യത്തെ കുറ്റത്തിന് സെക്ഷൻ 77 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ കാലാവധി എത്രയാണ്? ഓപ്ഷൻ ബി, 1 വർഷത്തിൽ കുറയാത്തതും 3 വർഷം വരെ ആകാവുന്നതുമായ പിഴയും തടവുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ 77 എന്താണ് പറയുന്നത്? ഒരു സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ പ്രവർത്തികൾ ഒളിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ ചിത്രം പകർത്തി പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന കുറ്റത്തെക്കുറിച്ചാണ് സെക്ഷൻ 77 പറയുന്നത്. അതിൽ ആദ്യ തവണയാണെങ്കിൽ ലഭിക്കുന്നത് എന്താണ്? 1 വർഷത്തിൽ കുറയാത്തതും 3 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ്. എന്നാൽ കുറ്റം ആവർത്തിച്ചാൽ ലഭിക്കാവുന്നത് എന്താണ്? കുറ്റം ആവർത്തിച്ചാൽ ലഭിക്കാവുന്നത് 3 വർഷം മുതൽ 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമായിരിക്കും. ഓർക്കണം, സെക്ഷൻ 77 ആദ്യ തവണയാണെങ്കിൽ 1 വർഷം മുതൽ 3 വർഷം വരെ, രണ്ടാമത്തെ തവണയാണെങ്കിൽ 3 വർഷം മുതൽ 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയും ലഭിക്കും. 77 എന്താണ് പ്രതിപാദിക്കുന്നത്? അതായത് അന്യരുടെ ലൈംഗിക പ്രവൃത്തികൾ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളെ കണ്ടുനിന്ന് രതിസുഖം നേടുന്ന പ്രവൃത്തിയാണ് അല്ലേ? അപ്പോൾ സെക്ഷൻ 77 മറക്കരുത്. ആ സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ പ്രവൃത്തികൾ ഒളിഞ്ഞു നോക്കുക, പ്രചരിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 77 പറയുന്നത്. ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. 23ാമത്തെ ചോദ്യം, ഒരു സ്ത്രീക്ക് താല്പര്യമില്ലെന്ന് വ്യക്തമായിട്ടും ആവർത്തിച്ച് പിന്തുടരുകയോ ഇന്റർനെറ്റ് വഴിയോ മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയോ അവളെ നിരീക്ഷിക്കുകയോ ചെയ്യുന്നത് കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? പിന്തുടരലിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? BNS വകുപ്പ് ഏതാണ്? പിന്തുടരലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 78. ഓപ്ഷൻ സി, സെക്ഷൻ 78 ആണ് പിന്തുടരലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? BNS സെക്ഷൻ 78 പ്രകാരം ഒരു സ്ത്രീയെ പിന്തുടരുന്ന പ്രവൃത്തി കുറ്റകരമല്ലാതെ വരുന്നത് ഏത് സാഹചര്യത്തിലാണ്? സെക്ഷൻ 78 പിന്തുടരലാണ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് പിന്തുടരൽ അല്ലാതെ ആയി വരുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത്, ഒരു കുറ്റകൃത്യം തടയാനോ തെളിയിക്കാനോ വേണ്ടി സ്റ്റേറ്റ് അധികാരപ്പെടുത്തിയ വ്യക്തി ചെയ്യുമ്പോൾ, നിയമപരമായ ഏതെങ്കിലും വ്യവസ്ഥകൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുമ്പോൾ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള പെരുമാറ്റം ന്യായവും നിയുക്തവുമാണെന്ന് വരുമ്പോൾ,
മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം ഓപ്ഷൻ ഡി ആണ് അല്ലേ. മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളൊന്നും എന്താണ് പിന്തുടരൽ എന്ന കേസിൻ്റെ കീഴിൽ വരാത്തവയാണ് അല്ലേ. ഇപ്പോൾ 25ാമത്തെ ചോദ്യം, ഒരു സ്ത്രീയെ പിന്തുടർന്ന കുറ്റത്തിന് രണ്ടാമതോ തുറന്നോ പിടിക്കപ്പെടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ബി 5 വർഷം വരെ തടവും പിഴയും. ഓക്കെ അല്ലേ. എന്നാൽ ഇത് രണ്ടാമത്തെ, അതായത് ആവർത്തിച്ചാലുള്ള ഇതിനാണ് 5 വർഷം. എന്നാൽ ആദ്യത്തെ തവണയാണെങ്കിൽ ലഭിക്കാവുന്നത് 3 വർഷമാണ്. അത് ഓർക്കണം കേട്ടോ. അപ്പോൾ പിന്തുടരലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വകുപ്പ് ഏതാണ്? 78. ആദ്യം പ്രാവശ്യം ചെയ്യുമ്പോൾ 3 വർഷം തടവ്, രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ 5 വർഷം തടവ്. ഓക്കെ അല്ലേ. 26ാമത്തെ ചോദ്യം, ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടെ മോശമായോ വാക്കോ ശബ്ദമോ ആംഗ്യമോ കാണിക്കുകയോ അവളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയോ ചെയ്താൽ സെക്ഷൻ 79 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി 3 വർഷം വരെയാകാവുന്ന തടവും പിഴയും. അപ്പോൾ സെക്ഷൻ 79 എന്താണ് പറയുന്നത്? ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടുള്ള വാക്കോ അല്ലെങ്കിൽ ആംഗ്യമോ പ്രവൃത്തിയോ ചെയ്യുന്നത് കുറ്റകരമാകുന്നത് സെക്ഷൻ 79 BNS സെക്ഷൻ 79 പ്രകാരം കുറ്റകരമാണ്. ഓക്കെ, അങ്ങനെ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 3 വർഷം വരെയാകാവുന്ന തടവും പിഴയുമായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുകയല്ലേ. അതായത് ഇപ്പോൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ അല്ലേ, ലാസ്റ്റായിട്ട് പഠിച്ച കുറച്ച് കാര്യങ്ങൾ നോക്കാം. സെക്ഷൻ 75 മുതലുള്ള ഏതൊക്കെയാണ്? സെക്ഷൻ 75 എന്തായിരുന്നു? സെക്ഷൻ 75 എന്തായിരുന്നു? ലൈംഗിക അതിക്രമം. ഓക്കെ. 76 എന്തായിരുന്നു? വസ്ത്രം അഴിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന അല്ലെങ്കിൽ സ്ത്രീയെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്ന സംഭവമായിരുന്നു അല്ലേ, വസ്ത്രം അഴിക്കുക. ഓക്കെ, അതിൻ്റെ ശിക്ഷ എന്തായിരുന്നു? 3 വർഷം മുതൽ 7 വർഷം. അത് കഴിഞ്ഞ് 77 എന്തായിരുന്നു? മറ്റേ ഇത് ഏതായിരുന്നു? സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ പ്രവൃത്തി പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ ആ ചിത്രങ്ങൾ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ തവണയാണെങ്കിൽ, ഫസ്റ്റ് ടൈം ആണെങ്കിൽ എത്രയായിരുന്നു? 1 വർഷത്തിൽ കുറയാത്തതും 3 വർഷം വരെ അല്ലേ. 1 വർഷത്തിൽ കുറയാത്തതും 3 വർഷം വരെയാണെങ്കിൽ, സെക്കൻഡ് ടൈം ആണെങ്കിൽ എത്രയായിരിക്കും? 3 വർഷം മുതൽ 7 വർഷം വരെ. 78ാമത്തെ എന്തായിരുന്നു? 78 പിന്തുടരലായിരുന്നു അല്ലേ, പിന്തുടരൽ. ഓക്കെ, ഇതിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, അതായത് നമ്മൾ ഒരു സ്ത്രീ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത്, നിരീക്ഷിക്കുന്നതും ഏതിൻ്റെ കീഴിൽ വരും? പിന്തുടരലിൻ്റെ കീഴിൽ വരും എന്ന് ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം വരും, അവിടെ നിന്ന് ചോദ്യം വരും, ഉറപ്പാണ്. ഓക്കെ അല്ലേ. അപ്പോൾ 78 പിന്തുടരൽ. ഓക്കെ അല്ലേ. ഇതിൻ്റെ ശിക്ഷ എന്തായിരുന്നു? ഫസ്റ്റ് ടൈം ആണെങ്കിൽ 3 വർഷവും. എന്നാൽ സെക്കൻഡ് ടൈം ആവർത്തിച്ചുള്ള ശിക്ഷ എന്തായിരിക്കും? 5 വർഷം അല്ലേ. 5 വർഷം പിഴയുണ്ടായിരിക്കും. ഓക്കെ, 5 വർഷം പ്ലസ് പിഴയുണ്ടായിരിക്കും. ഇവിടെയൊക്കെ പിഴയുണ്ട് കേട്ടോ, അതൊക്കെ ഓർക്കണം, പിഴയുണ്ട്. ഓക്കെ, 79 എന്തായിരുന്നു? 79 ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടെ വാക്കോ ആംഗ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, വാക്കോ ആംഗ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ ശിക്ഷ എന്തായിരിക്കും? 3 ഇയർ പ്ലസ് പിഴ. ഓക്കെ അല്ലേ. ഇത്രയും നമ്മൾ പഠിച്ചത് അല്ലേ. 75, 76, 77, 78, 79. ഇനി നമ്മൾ കുറച്ച് ആദ്യം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് എന്ത് പഠിച്ചു? 63 പഠിച്ചു. 63 എന്തായിരുന്നു? റേപ്പാണ്. 64 റേപ്പിനുള്ള ശിക്ഷ. ഓക്കെ അല്ലേ. റേപ്പിനുള്ള ശിക്ഷ. 65 ചില കേസുകളിലെ റേപ്പിനുള്ള ശിക്ഷ. ഓക്കെ അല്ലേ. ഇത്രയും കൂടിയും ഓർത്ത് വയ്ക്കുക. സെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് എടുക്കുക, റിവിഷൻ അടിക്കുക. അങ്ങനെ സെക്ഷൻസ് മറന്നു പോവാതിരിക്കുക. അതോടൊപ്പം അതിൻ്റെ ശിക്ഷ അതും കൂടിയും ഓർത്ത് വെക്കണം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് ഉടനെ തന്നെ വരും.